ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം. ശ്ലോകം 14 മുതൽ. അനന്യചേതാഃ സതതം യോ മാം സ്മരതി നിത്യസ തസ്യാഹം സുലഭം പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. അർജുന, മനസ്സ് മറ്റൊന്നിലും പ്രവേശിക്കാതെ ഏതു ദിവസവും ഏതു സമയവും എന്നെ സ്മരിച്ചുകൊണ്ട് സദാ ഏകാഗ്രചിത്തനായിരിക്കുന്ന യോഗിക്ക് എന്നെ എളുപ്പത്തിൽ പ്രാപിക്കുവാൻ കഴിയും. മാമുപേത്യ പുനർജന്മം ദുഃഖാലയമശോശ്വതം നാപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗതാം. ഉത്കൃഷ്ടമായ സിദ്ധിയോടുകൂടി എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ ദുഃഖപൂർണവും നശ്വരവുമായ പുനർജന്മത്തിൽ പ്രവേശിക്കുകയില്ല. അബ്രഹ്മഭുവനാൻ ലോകാഃ പുനരാവർത്തിനോർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. അർജുന, ബ്രഹ്മലോകം മുതൽക്കുള്ള എല്ലാ ലോകങ്ങളും വീണ്ടും വീണ്ടും ജനിക്കുന്നുണ്ട്. എന്നെ പ്രാപിച്ചവർക്കാകട്ടെ പിന്നീട് ജനിക്കേണ്ടി വരികയില്ല. സഹസ്രയുഗപര്യന്താം അഹര്യത് ബ്രഹ്മണോ വിദുഃ രാത്രിം യുഗസഹസ്രാം താം യോ അഹോരാത്രവിദോ ജനാഃ. 1000 ചതുർയുഗങ്ങൾ കൂടിയതാണ് ബ്രഹ്മാവിന് പകലെന്നും അത്രയും ചതുർയുഗങ്ങൾ കൂടിയതാണ് രാത്രിയെന്നും അറിയുന്ന ജനങ്ങളാണ് രാവും പകലും അറിയുന്നത്. അവ്യക്താദ്യുക്തയ സർവഃ പ്രഭവന്ത്യ ഹരാഗമേ രാത്രാഗമേ പ്രലീയന്തേ തത്രൈവാവ്യക്ത സംജഗേ. ബ്രഹ്മാവിന് പകൽ ആരംഭിക്കുമ്പോൾ അവ്യക്തത്തിൽ നിന്ന് സർവ്വ വ്യക്തികളും ആവിർഭവിക്കുന്നു. രാത്രി ആരംഭിക്കുമ്പോൾ അവ്യക്തം എന്ന് പറയുന്നതിൽ സർവ്വ വ്യക്തികളും ലയിക്കുന്നു. ഭൂതഗ്രാമാഃ സയേവായം ഭൂത്വാ ഭൂത്വാ പ്രലീയതേ രാത്രാഗമേ വശഃ പാർത്ഥ പ്രഭവത്യ ഹരാഗമേ. അർജുന, ഈ സർവ്വഭൂതങ്ങളും വീണ്ടും വീണ്ടും ജനിക്കുകയും രാത്രിയാകുമ്പോൾ ലയിക്കുകയും പകൽ തുടങ്ങുമ്പോൾ പരാധീനതയാൽ പിന്നെയും ജനിക്കുകയും ചെയ്യുന്നു. പരസ്തസ്മാത് സ്വഭാവോന്യോ വ്യക്താവ്യക്താൽ സനാതനഃ യഃ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. ആ അവ്യക്തത്തിൽ നിന്ന് വേർപെട്ട് അഗോചരനായി ശാശ്വതമായുള്ള ആ പരമഭാവം സർവ്വഭൂതങ്ങളും നശിച്ചാലും നശിക്കുകയില്ല. അവ്യക്തോക്ഷരമനിത്യുക്ത സ്തമാഹുഃ പരമാംഗതിം യം പ്രാപ്യ നിവർത്തന്തേ തഥാമ പരമം മമ. അവ്യക്തവും അനശ്വരവുമായിട്ടുള്ളതിനെയാണ് പരമാവസ്ഥ എന്ന് പറയുന്നത്. യാതൊന്നിനെ പ്രാപിച്ചാൽ തിരിച്ചു പോകേണ്ടതില്ലയോ, അതാണ് എൻ്റെ മഹത്തായ സ്വരൂപം. പുരുഷഃ സഹ പരപാർത്ഥഃ ഭക്താലഭ്യസ്തനന്യയാം യസ്യാന്തസ്ഥാനി ഭൂതാനി ഏത സർവമിദം തതം. അർജുന, സർവഭൂതങ്ങളും എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രപഞ്ചം മുഴുവൻ എന്നാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ആ പുരുഷനായ എന്നെ ഏകാന്ത ഭക്തി കൊണ്ട് പ്രാപിക്കാവുന്നതാണ്. എത്ര കാലേ ത്വനാവൃത്തിമാവൃത്തിം ചൈവയോഗിനഃ പ്രയാതായന്തിതം കാലം വക്ഷ്യാമി ഭരതർഷഭാം. അർജുന, ഏതു കാലത്ത് ദേഹത്യാഗം ചെയ്ത യോഗികൾ ജന്മത്തെ ആവർത്തിക്കുന്നില്ല എന്നും ജന്മത്തെ ആവർത്തിക്കുന്നത് ഏതു കാലത്തെന്നും ഞാൻ പറയാം. അക്തർജ്യോതിരഃ ശുക്ലഃ ഷണ്മാസ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഃ. അഗ്നിയുടെയും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും ശുക്ലപക്ഷത്തിൻ്റെയും 6 മാസങ്ങളോടുകൂടിയ ഉത്തരായനത്തിൻ്റെയും വഴിക്ക് ദേഹം വെടിഞ്ഞു